വെൽക്കം ടു മീനാസ് ലിറ്റിൽ വേൾഡ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. മീനയും BRCയിലെ കുട്ടികളും ടീച്ചേഴ്സും ഫ്രണ്ട്സും പിന്നെ ഞാനും കൂടിയുള്ള ഒരു മനോഹരമായ യാത്ര. എവിടേക്കാന്നല്ലേ? നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇവരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ജേണിയാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള. ഇന്നലെ തന്നെ പ്ലാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുമായിട്ട് ലൈൻ ബസ്സിൽ പോകാമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പൈസ കൊടുക്കുക, ബസ്സിൽ പബ്ലിക്കായിട്ട് യാത്ര ചെയ്യുക, അങ്ങനെ കുട്ടികളെല്ലാം ഓരോരുത്തരായിട്ട് എൻ്റെ കയ്യിലാണ് കേട്ടോ ഞാൻ പൈസ കൊടുത്തത്. എനിക്ക് പൈസ വാങ്ങുമൊന്നുമില്ല കുട്ടികൾ, പക്ഷേ ഞാൻ എൻ്റെ പൈസ അവളുടെ കയ്യിൽ കൊടുത്ത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ് പോകാൻ. കാറിലൊക്കെ എവിടെ പോവാണെങ്കിലും പറയും നമ്മൾ ബസ് പോവാം, ബസ് പോകുമ്പോൾ പൈസ ഒക്കെ കുട്ടികളെ കയ്യിൽ തന്നെ കൊടുത്തു. അവർ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. കുട്ടികളെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങാറില്ല. 10 വയസ്സ് കുറച്ച് കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല. 2-3 പാരൻസും 3 ടീച്ചേഴ്സും പൈസ കൊടുത്ത് ഓരോ കുട്ടികൾക്കും ഓരോരുത്തർ ഗാർഡിയൻ്റായിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിൽ പിന്നെ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷയം. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പേടിച്ചതാണോ? അപ്പം പിന്നെ ഇവിടുന്ന് പോയ മാതിരിയൊന്നുമല്ല. അവിടെ എത്തിയപ്പോൾ ആളാകെ മാറി, സങ്കടവും വിഷമൊക്കെ ആയി. പോലീസിനെ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല, ആൾ കരയായിരുന്നു. അവരൊക്കെ കുറെ സമാധാനിപ്പിച്ച് നോക്കി, ഒന്നും ഏൽക്കുന്നില്ല. ഭയങ്കര വിഷമമാണ് അവൾക്ക് അവിടെ എത്തിയപ്പോൾ. ഇത് അവിടുത്തെ ജയിലാണ് കേട്ടോ. അവിടെ ആരും ഇല്ല. ജയിലൊക്കെ ഞാനും ഫസ്റ്റായിട്ടാണ് കാണുന്നത്. പോലീസുകാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അങ്ങനത്തെ കുട്ടികളെ അയച്ചിട്ട് നല്ല ബഹുമാനവും കെയറിങ്ങും ഒക്കെ ഉണ്ട്. നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു. അവർ ഞങ്ങളെ കൈവിലങ്ങും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. മിനിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയണേ, ഞങ്ങളൊന്നും ചെയ്യൂലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം. ഇവിടുന്ന് പോയ ആളെ അല്ല. പിന്നെ അവരുടെ പിസ്റ്റളും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കയ്യിലെടുത്ത് നോക്കി. ഇതൊന്നും കാണാനുള്ള പിന്നെ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതവർ ഫയലൊക്കെ സൂക്ഷിക്കുന്ന റൂമാണ് പോലീസ് സ്റ്റേഷനിലെ. പിന്നെ അവിടുത്തെ പഴയ തോക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. സൂക്ഷിച്ച് വെക്കുന്ന റൂമാണ്. പിന്നെ അവരുടെ കയ്യിലുള്ള തോക്കുകളൊക്കെ കുട്ടികളെ കാണിച്ചു. ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ പോലീസുകാർ. നമ്മൾ വിചാരിച്ച അവരങ്ങനെ ഭയങ്കര ഗൗരവക്കാരായിട്ടൊക്കെ അല്ല നമ്മൾ കാണുന്നത്. ഇത് അവിടുത്തെ കിഡ്സ് ഫ്രണ്ട്ലി റൂമാണ്. ഇവരവിടെ എന്തോ പിന്നെ അവിടെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. നമ്മളെന്തെങ്കിലും പരാതികൾക്കോ കാര്യങ്ങൾക്കോ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ ഇവിടെ ഇരുത്താൻ പറ്റും. അതിന് കുട്ടികൾക്ക് കളിക്കാനുള്ളതും ടോയ്സും കാര്യങ്ങളും സൈക്കിളും എല്ലാം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് കുട്ടികൾക്ക് ഹോർലിക്സും പപ്സും ഉണ്ടായിരുന്നു. അവരത് കഴിക്കണം. പിന്നെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. പിന്നെ അവര് കഴിയുന്ന പോലെയൊക്കെ അവിടെ ഇരുന്ന് ഞാൻ കൂടെ ഇരുന്ന് കൊടുത്തപ്പോൾ കഴിച്ചു. ചായ കുടിക്കാനൊന്നും കൂട്ടാക്കുന്നത്, കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്. കഴിച്ചാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ ശരിയായി, ആള് പോലീസുകാരോടൊക്കെ കമ്പനിയായി സംസാരിക്കാനൊക്കെ തുടങ്ങി. അവരുടെ വീട് എവിടെയാ, പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് പറയുന്നുണ്ട്. ചിലതൊന്നും അവർക്കും മനസ്സിലാവണില്ല. ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരം പോലീസുകാർക്കൊക്കെ ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് പുറത്തു വന്നു. അവർ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഹാപ്പി ആയിരുന്നു. നല്ലൊരു യാത്ര. അവർക്കും പുതിയൊരു എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ചെമ്മാടുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. ഈ കെട്ടിടം കുറേ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസായിരുന്നു. താലൂക്ക് എന്തോ ആയിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഇവിടുത്തെ എന്താ പറയുക, പഴക്കമുള്ള ഹെറിറ്റേജ് മ്യൂസിയം ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിങ്ങനെ പബ്ലിക്കിനായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. പൈസയൊന്നും വേണ്ട, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് കാണാൻ പറ്റും. പഴയ നന്നങ്ങാടി കുടങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ എത്തിയപ്പോഴേക്കും പിന്നീട് സങ്കടങ്ങളൊക്കെ മാറിയിട്ടോ. അവൾ പിന്നെ ഇതൊക്കെ നടന്ന് കാണാൻ തുടങ്ങി. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്. പിന്നെ മലപ്പുറത്തുള്ള മനകളെക്കുറിച്ചും കോവിലകങ്ങൾ
സാംസ്കാരിക കെട്ടിടങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നു, അതിലുണ്ടായിരുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് ജയിലായിരുന്നു എന്ന് തോന്നുന്നു. ഓരോ സെല്ലുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ഓരോ റൂമുകളും ഓരോ സെല്ലുകളായി തിരിച്ചിട്ടുണ്ട്. അവിടെ ടി വിയിൽ ദഫ് കാണുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഇപ്പോൾ അവിടെ നോക്കി നിൽക്കുന്നത്. ടി വി കണ്ടാൽ പിന്നെ എവിടേക്കും വരില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടി വി കണ്ടിരിക്കുക. അത് അവളൊരു ഹോബിയാണ്. ഇത് പണ്ട് കാലത്തെ ആഭരണങ്ങളാണ് കേട്ടോ. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ യൂസ് ചെയ്തിരുന്ന അന്നത്തെ വസ്ത്രധാരണമാണ് മലപ്പുറത്തെ. കൂടെ ഉള്ളവരെയൊന്നും കാണാനില്ല. മീന കുറച്ച് സ്ലോവിലാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ ബാക്കിലായി. കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ജയിലിൽ അടയ്ക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കണത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളതുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനും കാണാൻ പോകുന്നത്. പിന്നെ അവിടെ പുറത്തായിട്ടൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സ്റ്റേജ് കണ്ടാൽ പിന്നെ നിനക്ക് ആവേശമാണ്. അവൾ ഓടിപ്പോയി കുറേ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച്. വിളിച്ചിട്ടൊന്നും വന്നില്ല, നല്ല വെയിലായിരുന്നു അവിടെ. വെയിലൊന്നും അവൾക്കൊരു വിഷയമല്ലായിരുന്നു. അവൾ അവളുടേതായ ഭാഷയിൽ പാട്ടും കളിയിലൊക്കെ ഉണ്ടായി. ചില സമയത്ത് അവളെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറൊന്നുമില്ല. കുറേയൊക്കെ എനിക്ക് മനസ്സിലാവും. പണ്ടൊക്കെ പറയല്ലോ പൊട്ടൻ്റെ ഭാഷ പൊട്ടൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും, അതേപോലെ. എന്നാലും ഇപ്പോൾ കുറേ ഓക്കെയാണ് കേട്ടോ. ചിലത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ഡാൻസൊക്കെ കളിച്ച് ഒന്ന് ക്ഷീണിച്ചപ്പോൾ ഇരിക്കുകയാണ് ആൾ. നീ എന്തിനാ കരഞ്ഞേന്നൊക്കെ ഞാൻ കുറേ ചോദിച്ചു, ഒന്നും മിണ്ടണില്ല. അപ്പം ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇനി എല്ലാവരും തിരിച്ചു പോകാനുള്ള നിർത്താണ്. അപ്പം ഓരോരുത്തരും ഓരോ ബൈക്ക് പോയി. വന്നത് ഒരുമിച്ചായിരുന്നു. ലൈൻ ബസ് തന്നെയാണ് തിരിച്ചു വന്നത്. കുട്ടികളും ടീച്ചറുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.